ആദരപൂർവ്വം ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് രാഹുൽജി, ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ, പ്രിയപ്പെട്ട നഗരത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ആദ്യമായി തന്നെ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ മഹാസമ്മേളനത്തിന് വേണ്ടി പ്രത്യേകമായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തും. ഇത്രയേറെ തിരക്കിട്ട രാഷ്ട്രീയമായിട്ടുള്ള യാത്രകൾക്കിടയിൽ ഈ നിയമത്തിന് വേണ്ടി അദ്ദേഹം ഒരു സമയം മാറ്റിവെച്ചു എന്നുള്ളത് വർഗീയ ശക്തികളെയും മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ പ്രതിജ്ഞയാണ് ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും കേരളം മെയ് മാസം 2-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ കൂട്ടത്തിൽ നിയമനിയോജകമണ്ഡലം ഉണ്ടാകും എന്ന് ശ്രീ രാഹുൽജിക്ക് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം കഴിഞ്ഞ 16-ാം തീയതി ഈ നിയോജകമണ്ഡലത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും സന്ദർശനം നടത്തിയപ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ സഹായ സഹകരണങ്ങളും അവർ നൽകിയ ആവേശവും അത് തീർച്ചയായിട്ടും നിയമം ഐക്യജനാധിപത്യ മുന്നണി നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, നമ്മൾ മത്സരിക്കുന്നത് 1-ാം സ്ഥാനത്തിനാണ്. ആര് തമ്മിൽ മത്സരം എന്നുള്ളത് ഒരിക്കലും നാം അതിനെക്കുറിച്ച് ഇപ്പോൾ കാരണം 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവർ 2-3 സ്ഥാനങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ BJPക്ക് ഇല്ലാത്ത ഇടം നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ജില്ലയിൽ മത്സരിക്കുന്ന 2 CPM-ന്റെ പ്രമുഖ നേതാക്കൾ, മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറയുന്നത് മത്സരം ഞങ്ങളും BJPയും തമ്മിലാണ്, ഇവിടെ കോൺഗ്രസിന് പ്രസക്തിയില്ല എന്ന്. അതിന്റെ അർത്ഥം കോൺഗ്രസിനെ നശിപ്പിച്ച് UDF-നെ നശിപ്പിച്ച് BJPയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗൂഢശ്രമമാണ് ഈ വാചകങ്ങളിലൂടെ കാണുന്നത്. ഇവിടെ മത്സരിക്കുന്ന ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഇവിടെ പറയാണ്, ഇവിടെ കെ മുരളീധരൻ ജയിച്ചാൽ ഇവിടെ ഉടൻ ബൈ ഇലക്ഷൻ വരുന്നു പറയുന്നു. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഞാൻ നിയമസഭയിലെ സാധന സാമഗ്രിയെ തള്ളി തകർത്ത കേസിൽ ഞാൻ പ്രതിയല്ല, പൊതുമുതൽ നശിപ്പിച്ച പേരിൽ ഞാൻ പ്രതിയല്ല. അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷ ഒരു കാരണവശാലും എന്റെ പോലുള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുകൊണ്ട് അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് കാവ്യ പതാക ഇവിടെ നിന്നും തുടച്ചു മാറ്റുക, പിഴുതെറിയുക, നിയമം വഴി കേരള നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയ BJPയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക, ആ ലക്ഷ്യവുമായിട്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് ശ്രീ രാഹുൽജി നൽകുന്ന കരുത്ത് തീർച്ചയായും ഞങ്ങൾക്കൊക്കെ ആവേശം പകരുന്നു. ഐ വെൽക്കം ഓണറബിൾ രാഹുൽജി ടു ദിസ് ബിഗ് ഗാദറിംഗ്. എന്റെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ, എന്റെ പഴയ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീമതി വീണ എസ് നായർ, ഞാൻ നിയോജകമണ്ഡലം UDF-ന് വേണ്ടി പിടിച്ചെടുക്കാനും ഞാൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും വീണയ്ക്ക് കഴിയും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ ശ്രീ ശിവകുമാർ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായി 5 വർഷം പ്രവർത്തിക്കുകയും 15 വർഷക്കാലം ഇപ്പോൾ 10 വർഷം പൂർത്തിയാവുകയാണ്. അടുത്ത 5 വർഷത്തേക്ക് വേണ്ടി അദ്ദേഹം ജനവിധി തേടുമ്പോൾ തിരുവനന്തപുരം നിയോജകമണ്ഡലവും UDF-ന്റെ ശക്തി കേന്ദ്രമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ SS ലാൽ കഴിഞ്ഞ വർഷം ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട കണക്കൂട്ടം നേടിയെടുത്തുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസങ്ങൾ തകർത്തവർക്കെതിരെ ശക്തമായി പോരാടുന്ന ലാൽ ഉൾപ്പെടെയുള്ളവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ജയ് ഭാരത്, ജയ് UDF. നമ്മെ അഭിസംബോധന ചെയ്യാൻ ഏറെ ബഹുമാന്യനായ നമ്മുടെ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കേൾക്കാനാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, 2 ദിവസത്തിൽ മറ്റന്നാൾ നിങ്ങൾ എല്ലാവരും ഒരു വലിയൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ആരാണ് ഈ സംസ്ഥാനത്തിനെ ഭരിക്കേണ്ടത്? നിങ്ങൾ എല്ലാവർക്കും അറിയാം. 5 വർഷക്കാലം നമ്മൾ കണ്ട ദുർഭരണം, ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന അടുത്ത പക്ഷ പാർട്ടിയുടെ അഹങ്കാരം, അവരുടെ അഴിമതി, അവരുടെ ആക്രമണ രാഷ്ട്രീയം,
ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വാർത്തയിൽ കണ്ടും മടുത്തു പോയി കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഇനി ഒരു മാറ്റത്തിന്റെ ഒരു സമയം വന്നു എന്നൊരു സംശയമില്ല. പക്ഷെ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്ന സമയത്തിൽ ഇവിടെ 3 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അവര് മുമ്പിൽ വേറൊരു വെല്ലുവിളിയുമുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാരിന് ദുർഭരണം മാത്രമല്ല, പക്ഷേ BJPന്റെ ഒരു വെല്ലുവിളി. നിങ്ങൾക്കറിയാം ഈ BJPക്കാരാരാണെന്ന്. അവരുടെയും അഹങ്കാരം നമ്മൾ എല്ലാ ദിവസവും ദേശീയ വാർത്തയിൽ കാണുന്നതാണ്. നിങ്ങൾക്കറിയാം ഇന്ന് 132ാമത്തെ ദിനമാണ് നമ്മുടെ ദേശീയ തലസ്ഥാനത്തിൽ കർഷകരുടെ സമരം നടക്കുന്നത്. കാരണം അവര് ജീവിതം മരണം ബന്ധപ്പെട്ട തീരുമാനങ്ങളെ ഈ സർക്കാർ മിണ്ടാണ്ട് അവരോട് സംസാരിക്കാതെ എടുത്തു. അവര് വിശ്വാസം അവരൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അവർക്ക് ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. നിങ്ങൾക്കറിയാം 8 മണി രാത്രി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നു, 8:20 പ്രസംഗം തീരുന്നു. 12 മണി മുതൽക്ക് നിങ്ങളുടെ 500 രൂപ നോട്ടും 1000 രൂപ നോട്ടിനും വിലയില്ല. അതുപോലെ കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരി വന്നപ്പോൾ 8 മണിക്ക് പ്രധാനമന്ത്രി സംസാരിക്കുന്നു, 8:20 തീരുന്നു. 12 മണി മുതൽക്ക് പ്ലെയിനില്ല, ട്രെയിനില്ല, ബസ്സില്ല, ഇന്റർസ്റ്റേറ്റ് ഹൈവേ ഇല്ല. ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് ഈ രാജ്യം. കേരള ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയാം, നമ്മുടെ രാജ്യത്തിൽ നമ്മൾ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളോടൊപ്പം സംസാരിച്ച് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നൊരു ജനാധിപത്യമാണ് നമ്മൾക്ക് ആവശ്യം. BJPന്റെ അഹങ്കാരമല്ല, അത് മീതെ അവരുടെ വർഗീയത, അവരെ ഈ നാട്ടിൽ അവരുടെ വടക്കൻ ഭാരതത്തിന്റെ ഒരു വിഷം നമ്മളുടെ കേരളത്തിന്റെ രക്തത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ എതിരിക്കേണ്ട സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, BJPക്ക് നേമത്തു നിന്നും വട്ടിയൂർക്കാവിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ഒരു സന്ദേശം നമ്മൾ അയക്കുന്നു. കേരളക്കാർക്ക് BJP രാഷ്ട്രീയം സഹിക്കില്ല, ഞങ്ങൾക്ക് ഇതിനെ അംഗീകരിക്കില്ല, ഇതിനൊരു സ്ഥലമില്ല കേരളത്തിൽ. നിങ്ങൾക്കറിയാം അവര് പറഞ്ഞു നടക്കുന്ന നിയമം അവരുടെ ഗുജറാത്താണെന്ന്. നമ്മൾക്കൊരു ഗുജറാത്ത് വേണോ നമ്മളുടെ കേരളത്തിൽ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, K. മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ, നിങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാൻ നല്ലൊരു വ്യക്തി ഉള്ളപ്പോൾ, നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരു BJP പ്രതിനിധി വന്നിട്ട് സമയം കളയാൻ ആവശ്യമുണ്ടോ ഈ നാട്ടിൽ? അതാണ് ഞാൻ നിങ്ങൾ എല്ലാവരോടും പറയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം ഈ നാട്ടിൽ വീണ്ടും വരട്ടെ. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ 3 നല്ല സ്ഥാനാർത്ഥികളെ വെച്ചിട്ടുണ്ട്. ശ്രീ മുരളീധരൻ പരിചയപ്പെടുത്തി തന്നു. വീണ എസ് നായർ വട്ടിയൂർക്കാവിലും ഡോക്ടർ SS ലാൽ കഴക്കൂട്ടത്തും. ശ്രീ K. മുരളീധരനെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ മുമ്പിൽ നിർത്താനും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പിന്തുണയും അഭ്യർത്ഥിക്കാനാണ് ശ്രീ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് വഴിമാറി കൊടുക്കുന്നു. ഒരിക്കലും കൂടി സുഹൃത്തുക്കളെ, തിരുവനന്തപുരം മണ്ണിന്ന് നമ്മൾ നല്ലൊരു സന്ദേശം അയക്കണം ഇടതുപക്ഷ സർക്കാരിനും BJP സർക്കാരിനും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ സമയം വന്നു. നാട് നന്നാക്കാൻ UDF കൊണ്ടുവരണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യരെ, I request Honorable Rahul ji on behalf of UDF to deliver the inaugural speech. Tariq Anwar ji, KC Venugopal ji, Shashi Tharoor ji, MM Hassan ji, our candidates K. Muralidharan ji, VS Shivkumar ji, Veena Nair ji, Dr. SS Lal ji, senior leaders on the dais, Congress leaders and workers, brothers and sisters, friends from the media, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളെ, നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരെയും സഹപ്രവർത്തകരെയും, മാധ്യമത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. There is an election
taking place in Kerala, and it is about the future of this state. കേരളത്തിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. After coming to Kerala as a MP, I got to see Kerala differently than before I was an MP. കേരളത്തിൽ ഒരു പാർലമെന്റ് അംഗമായി മാറി കേരളത്തിൽ വന്ന ശേഷം മുൻപ് കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കേരളത്തെ കാണുന്നതും മനസ്സിലാക്കുന്നതും. Earlier, I used to view Kerala as a state in India. മുമ്പ് ഞാൻ കേരളത്തെ കണ്ടിരുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമായിട്ടായിരുന്നു. One of many different states. വ്യത്യസ്തങ്ങളായ ധാരാളം സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമായിട്ടായിരുന്നു മുൻപ് ഞാൻ കേരളത്തെ കണ്ടിരുന്നത്. I used to see certain successes in Kerala, in India, even outside. And I used to say these are successes of people from the state of Kerala. ഞാൻ കേരളത്തിലും അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ചില വിജയത്തിന്റെ ചില കഥകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുകയും പറയുകയും ചെയ്യുകയായിരുന്നു, ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്, കേരളത്തിലെ ജനങ്ങളുടെ വിജയത്തിന്റെ കഥയാണെന്ന് ഞാൻ പറയുകയും ഉണ്ടായിരുന്നു. And once I was in the Middle East on an official visit, and they said they would like to show me a hospital. ഞാൻ ഒരിക്കൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ഔദ്യോഗികമായ സന്ദർശനത്തിന് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരെന്നെ ഒരു ആശുപത്രി കാണിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. And as you know, in the Middle East there are many people from Kerala. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗൾഫ് നാടുകളിൽ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ, മലയാളികൾ ഗൾഫ് നാടുകളിലുണ്ട്. So I went to the hospital, and it was a very fancy hospital, excellent machines. ഞാൻ ആശുപത്രിയിലേക്ക് പോയി. വളരെ മനോഹരമായ മികച്ച ആശുപത്രി, വളരെയധികം നല്ല മികവുറ്റ യന്ത്രങ്ങളുള്ള ഉപകരണങ്ങളുള്ള ഒരു ആശുപത്രി. High technology, all sorts of communication. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ആശയവിനിമയത്തിനുള്ള നൂതന സംവിധാനങ്ങൾ എല്ലാം ചേർന്ന ഒരു ആശുപത്രിയായിരുന്നു അത്. Shining floors. നല്ല തിളക്കമുള്ള ഫ്ലോറുകൾ, തിളക്കമുള്ള തറകൾ. And after visiting the hospital, we sat down, and they were giving me some tea. And so I asked them, what is the secret of this hospital? This is a very fantastic hospital. ഈ ഹോസ്പിറ്റലെല്ലാം സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവർ കുറച്ച് ചായ എനിക്ക് കുടിക്കാൻ തന്നു. ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശുപത്രിയാണ്, ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. And I was expecting them to say we have the best technology, we have the best strategy, we have the best ideas about how to cure diseases, but they didn't say that. ഞാൻ വിചാരിച്ചു അവരെനിക്ക് നൽകാൻ പോകുന്ന ഉത്തരം എന്തായിരിക്കും, ഞങ്ങൾക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും നല്ല തന്ത്രങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആ രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള മെച്ചപ്പെട്ട സംവിധാനമുണ്ട്. പക്ഷെ അവരുടെ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമായിരുന്നില്ല. Without even thinking, they answered my question. They said the secret to this hospital are nurses from Kerala. ഒരിക്കൽ ഒരു ആലോചിക്കുക പോലും ചെയ്യാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞു, ഈ ആശുപത്രിയുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരാണ് എന്ന ഉത്തരമാണ് അവർ എനിക്ക് നൽകിയത്. When they said this, immediately my mind thought, okay, they are saying nurses from Kerala, but there are nurses in many other states in India. അവരെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, ശരിയാണ്, അവർ കേരളത്തിലെ നഴ്സസിനെ പറ്റി പറയുന്നു, പക്ഷെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നഴ്സുമാരുണ്ടല്ലോ. And so I asked the question, I said, but tell me, what is so great, what is so special about these nurses from Kerala? അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചില്ല, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് പറയൂ, കേരളത്തിലെ നഴ്സുകൾ, മലയാളികളായ നഴ്സുകളെ പറ്റി എന്താണ് അവർക്ക് ഇത്ര പ്രത്യേകത, അവരെ ഇത്രയും മികച്ചതാക്കുന്നത് എന്താണ് ആക്കുന്നത്, ഞാൻ അവരോട് ചോദിച്ചു. And he answered, he said, Kerala nurses, they understand a patient's suffering better than anybody else. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, കേരളത്തിലെ നഴ്സുമാർ, മലയാളികളായ നഴ്സുമാർ ഒരു രോഗിയുടെ കഷ്ടപ്പാടും ദുരിതവും മറ്റുള്ളവരെക്കാൾ ഏറ്റവും മികച്ചതായ ആഴത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ നഴ്സുമാർ. And this, he said, was to me quite a deep thing and an interesting thing. അദ്ദേഹം പറഞ്ഞ ഈ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴമുള്ള, എനിക്ക് വളരെയധികം താല്പര്യമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. Why, I thought to myself, are Kerala nurses
able to understand suffering better than other people. ഇത് എന്തുകൊണ്ടാണ് ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു, എന്തുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുമാർക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടും രോഗികളുടെ കഷ്ടപ്പാടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? And I carried this idea with me, this question with me. ഈ ആശയം, ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കൊണ്ടു നടക്കുകയായിരുന്നു. Then when I became member of parliament, there was a tragedy in Wayanad. അതിനുശേഷം ഞാൻ വയനാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായപ്പോൾ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി. Heavy rains, lot of people died. വലിയ മഴ, ആ മഴക്കാലത്തെ പ്രളയത്തിൽ ധാരാളം ആളുകൾ അവിടെ മരിച്ചുപോയി. And then again I noticed that when Wayanad was reacting to this tragedy, suddenly it was as if one person was reacting to this tragedy. അതിൽ ഞാൻ അവിടെ ശ്രദ്ധിച്ചത്, ഈ വലിയ പ്രകൃതി ദുരന്തത്തോട് വയനാട് പ്രതികരിച്ചപ്പോൾ വയനാട് മുഴുവൻ ഒരു ഒറ്റ വ്യക്തി പ്രതികരിക്കുന്നത് പോലെ ഒരുമിച്ചാണ് ഈ ദുരന്തത്തോട് പ്രതികരിച്ചത്. Suddenly all differences between people, they disappeared. പെട്ടെന്ന് ഈ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ആളുകൾക്കിടയിലുള്ള എല്ലാ വ്യത്യാസങ്ങളും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. So then again I saw another glimpse of this Kerala. ആ സന്ദർഭത്തിൽ എനിക്ക് കേരളത്തിന്റെ മറ്റൊരു കാഴ്ച, കേരളത്തെക്കുറിച്ചുള്ള ഒരു മറ്റു കാഴ്ച കൂടി ആ സന്ദർഭത്തിൽ എനിക്ക് കിട്ടുകയുണ്ടായി. And slowly I have realized that Kerala is not just a state. അങ്ങനെ പതുക്കെ എനിക്ക് മനസ്സിലായി, കേരളം എന്ന് പറയുന്നത് വെറും ഒരു സംസ്ഥാനം മാത്രമല്ല എന്ന് പതുക്കെ എനിക്ക് മനസ്സിലായി. People say, I used to see God's own country. ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു, ദൈവത്തിന്റെ സ്വന്തം നാട്. I used to think, what is this? First time I saw it, I must say, I was a bit surprised by it. I was like, what is this God's own country? The whole world is God's. ഞാൻ ഇതിനെപ്പറ്റി ആളുകൾ പറയും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇത് എന്താണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്? അങ്ങനെയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ, ദൈവത്തിൻ്റെതല്ലേ, ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. Because at that time I had not understood what you people are about. കാരണം ആ സമയത്ത് നിങ്ങൾ എന്താണ്, കേരളം എന്താണ്, മലയാളികൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. And so slowly, as I've developed a relationship with you, I've started to realize that you're not just a state, you're an idea, you're a way of looking at the world. അത് മാത്രമല്ല, പതുക്കെ നിങ്ങളെ മനസ്സിലാക്കിയപ്പോൾ, പതുക്കെ നിങ്ങളെ തിരഞ്ഞെടുപ്പ് എനിക്ക് മനസ്സിലായി, കേരളം എന്ന് പറയുന്നത് വെറും ഒരു സംസ്ഥാനമല്ല, കേരളം എന്നതൊരു ആശയമാണ്. ലോകത്തെ കാണുന്ന, ചുറ്റുപാടുകളെ കാണുന്ന ഒരു പ്രത്യേക രീതിയും ആശയവുമാണ് കേരളം എന്ന് എനിക്ക് പതിയെ മനസ്സിലായി. And it is not like, you go to the United States, for example. ഇത് ഉദാഹരണത്തിന് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് ഉദാഹരണത്തിന് പോകുന്നത് അതുപോലെയല്ല. Very powerful country. വളരെ ശക്തമായൊരു രാജ്യം. And then you talk to them about their history and they say 200 years ago this happened. അവരോട് നിങ്ങൾ അവരുടെ ചരിത്രത്തെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയും 200 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഞങ്ങളുടെ രാജ്യത്ത് സംഭവിച്ചു. And I remember thinking when they said 200 years ago this happened, I remember thinking there's a tree in my garden which is 150 years old. അവര് 200 വർഷം മുമ്പ് ഞങ്ങളുടെ രാജ്യത്ത് ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുക, എൻ്റെ പൂന്തോട്ടത്തിൽ, എൻ്റെ വീടിന് മുമ്പിലെ പൂന്തോട്ടത്തിൽ ഒരു മരമുണ്ട്, 180 വർഷം പഴക്കമുള്ള മരമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തു. So it is not just an idea that is new. അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് വെറുതെ പുതിയ ഒരു ആശയം മാത്രമല്ല. It's an idea that is very old and comes with a profound experience. ഈ ആശയം എന്ന് പറയുന്നത് വളരെയധികം പഴക്കമുള്ളത് ആണ്. അതുമാത്രമല്ല, ഈ ആശയം ആഴത്തിലുള്ള അനുഭവ സമ്പത്തുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വരുന്നതും പ്രകടമാകുന്നതും. For example, we are sitting in a religious cultural center. ഉദാഹരണത്തിന് നമ്മളിപ്പം ഇവിടെ മതപരവും സാംസ്കാരികവുമായിട്ട് ഒരു കേന്ദ്രത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. A center of knowledge. ഇത് അറിവിന്റെ ഒരു കേന്ദ്രമാണ്. And Kerala is full of these places. കേരളത്തിൽ ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. Each one unique. ഓരോ സ്ഥലവും സവിശേഷവും പ്രത്യേകവുമായതാണ്. Each one occupying its own space. ഈ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഇടം അത് നിലനിൽക്കുന്നുണ്ട്, ആ നിലത്തിലാണ് നിലനിൽക്കുന്നത്. But all of them combining to form this idea. പക്ഷെ ഈ പറയുന്ന വ്യത്യസ്തങ്ങളായ ഇടങ്ങളും വ്യത്യസ്തങ്ങളായ സാംസ്കാരിക മതപരമായ പ്രദേശങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു ഒറ്റ ആശയമായിട്ട് സംയുക്തമായി നിലനിൽക്കുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Now I don't pretend to understand this idea. കാരണം പക്ഷേ ഞാൻ ഈ ആശയത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളുടെ മുൻപിൽ നടിക്കുന്നില്ല. I cannot imagine saying to you that I understand your history, your culture, your tradition, your language. നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ പാരമ്പര്യവും എല്ലാം ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. But I can sense
that there is something beyond my understanding that is taking place. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, എൻ്റെ മനസ്സിലാക്കലിനപ്പുറം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. I can see suddenly Kerala nurses are being successful. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുമാർ ഇത്ര വിജയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Suddenly I see in Wayanad a completely different response to a tragedy. അതുകൊണ്ടാണ് വയനാട്ടിൽ എങ്ങനെയാണ് ഒരു ദുരന്തം വന്നപ്പോൾ വളരെ വ്യത്യസ്തമായി വയനാട്ടിലെ ആളുകൾ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. I see young Keralites becoming successful in IT. IT സെക്ടർ, വിവര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കേരളത്തിലെ മലയാളികൾ, ചെറുപ്പക്കാരായ മലയാളികൾ എന്തുകൊണ്ട് എങ്ങനെ വിജയിക്കുന്നു എന്ന് എനിക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. And that is my problem with the BJP and the RSS. ഇത് തന്നെയാണ് BJPയോടും RSSനോടും എനിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്. And my problem is, it comes from two angles. എന്റെ പ്രശ്നം BJPയോടും RSSനോടുമുള്ള എന്റെ പ്രശ്നം രണ്ട് തലങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. Is they attack this unity and this idea. ആദ്യത്തെ BJPയോടും RSSനോടുമുള്ള എന്റെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ ഐക്യത്തെ, ഈ ആശയത്തെ BJPയും RSSും ആക്രമിക്കുന്നു എന്നുള്ളതാണ്. And the second, they pretend to understand it. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കേരളത്തെ മനസ്സിലാക്കുന്നു എന്ന് നടിക്കുന്നു, അഭിനയിക്കുന്നു. അതാണ് എന്റെ രണ്ടാമത്തെ പ്രശ്നം BJPയോടും RSSനോടുമുള്ളത്. Which is an act of extreme arrogance. ഈ പറയുന്നത് കേരളത്തിലെ മനസ്സിലാക്കുന്നു എന്ന് അവർ പറയുന്നത് ഏറ്റവും അധികം ധാർഷ്ട്യമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. And frankly, it goes against our religion. സത്യത്തിൽ പറഞ്ഞാൽ അത് നമ്മളുടെ മതത്തിനെതിരായിട്ട് പോകുന്ന ഒന്നാണ്. The core of our religion says that there are things that are beyond your understanding. മതത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്, മതത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്നാണ് മതങ്ങൾ പറയുന്നത്. In fact, the core of all religion says that. സത്യത്തിൽ പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും സാരാംശം പറയുന്നത് ഇതാണ്. And it says that you need to accept that there are certain things beyond your understanding and you need to be humble. മതങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്, അതിനെപ്പറ്റി തിരിച്ചറിയുകയും നിങ്ങൾ അതിനെപ്പറ്റി വിനയാന്വിതരായിരിക്കുകയും ചെയ്യണമെന്നാണ് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. Now I ask you, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, was demonetization a humble decision? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഗവൺമെന്റ് വിനയപൂർവ്വം എടുത്ത ഒരു തീരുമാനമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. One evening, the Prime Minister of India doesn't listen to the voice of Kerala, doesn't listen to the voice of Punjab, doesn't listen to the voice of Haryana, doesn't listen to the voice of Bengal, doesn't listen to his cabinet, doesn't listen to anybody, turns around and says, I am now demonetizing India's currency. ഒരു വൈകുന്നേരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു, അദ്ദേഹം കേരളത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, പഞ്ചാബിന്റെ ശബ്ദം കേൾക്കുന്നില്ല, ബംഗാളിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മന്ത്രിമാരുടെ ശബ്ദം കേൾക്കുന്നില്ല. അദ്ദേഹം ഒരു വൈകുന്നേരം വന്ന് നിന്ന് പെട്ടെന്ന് പറയുന്നു, ഞാൻ ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കാൻ പോവുകയാണ്. And with his arrogance, he shatters millions and millions of lives. അദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യം കൊണ്ട് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെയാണ് അദ്ദേഹം തകർത്ത് കളഞ്ഞത്. Few months after that, again, without any conversation with the people of Kerala, without any conversation with the small and medium businesses, without any conversation with the farmers, he says at midnight, I am passing GST. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ആളുകളോട് സംസാരിക്കാതെ, കർഷകരോട് സംസാരിക്കാതെ, ചെറുകിട ഇടത്തരം വ്യവസായികളോടൊന്നും സംസാരിക്കാതെ അർദ്ധരാത്രി അദ്ദേഹം വന്ന് പറയുകയാണ്, ഞാൻ ഈ രാജ്യത്ത് ചരക്ക് സേവന നികുതി നടപ്പിലാക്കാൻ പോവുകയാണ്. And again, destroys the Indian economy. അത് മാത്രമല്ല, ഇതിലൂടെ വീണ്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്തത്. And recently, one asks, why are farmers standing outside Delhi? അത് മാത്രമല്ല, അടുത്തിടെയായി ഒരാൾ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ കർഷകർ ഡൽഹിക്ക് പുറത്തു നിന്ന് ഇങ്ങനെ പ്രതിഷേധം ചെയ്യുന്നത്? Why have they suddenly decided lakhs and lakhs of farmers to stand in front of Delhi? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകർ പെട്ടെന്ന് തീരുമാനിച്ചത് ഡൽഹിക്ക് പുറത്തു നിന്ന് ഇങ്ങനെ പ്രതിഷേധിക്കാമെന്ന് തീരുമാനിച്ചത്? Because again, a decision has been taken with absolutely no respect. എന്തുകൊണ്ടെന്നാൽ വീണ്ടും നോട്ട് നിരോധനത്തിനും GSTക്കും ശേഷം ഒരു ബഹുമാനവും ഈ രാജ്യത്തെ ജനങ്ങളോടില്ലാതെ പ്രധാനമന്ത്രി മറ്റൊരു തീരുമാനം കൂടി എടുത്തു. COVID
I spoke to workers, hundreds of workers, കോവിഡ് കാലത്ത് ഞാൻ നൂറുകണക്കിന് തൊഴിലാളികളോട് സംസാരിക്കുകയുണ്ടായി. thousands of workers walking back from cities to their homes. ആയിരക്കണക്കിന് തൊഴിലാളികൾ നഗരങ്ങളിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് നടന്നു പോവുകയായിരുന്നു. Crying. അവർ കരഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. And I asked them, what are you feeling? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്? And the answer was, didn't the Prime Minister understand that if he does a lockdown with no warning, people like us will die? അവരുടെ മറുപടി ഇതായിരുന്നു, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാവില്ലേ, ഒരു മുന്നറിയിപ്പ് നൽകാതെ ഇങ്ങനെ ലോക്ക്ഡൌൺ തന്നാൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇല്ലാതാകും, നശിച്ചു പോകുമെന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവർ ചോദിച്ചത്. Crying, they told me, why didn't he just wait for 4 days? അവര് കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ വേണ്ടി 4 ദിവസം കൂടി കാത്തിരിക്കാൻ പറ്റാഞ്ഞത്? We have lost everything we had. ഞങ്ങൾക്കുള്ള എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. And then when they asked for a bus ticket, for a train ticket, to go back home, he says no. അത് മാത്രമല്ല, ഇത്രയും കഷ്ടപ്പെട്ട ആ തൊഴിലാളികളെ വീട്ടിൽ തിരിച്ചു പോകാൻ ബസ് ടിക്കറ്റ് ചോദിച്ചപ്പോൾ, ട്രെയിൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇല്ല എന്ന മറുപടിയാണ് അവർക്ക് കൊടുത്തത്. What exactly is religious about this action? ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ മതപരമായിട്ടുള്ളത് എന്താണ്? What is Hindu about this action? ഈ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ഹിന്ദുവിൻ്റെതായ എന്ത് സ്വഭാവമാണ് ഈ പ്രധാനമന്ത്രിയുടെ പ്രവർത്തികളിലുള്ളത്? I just see pure arrogance ഞാൻ കാണുന്നത് ശുദ്ധമായ ധാർഷ്ട്യമാണ് ഈ പ്രവർത്തികളിൽ കാണുന്നത്, and nothing else. മറ്റൊന്നുമല്ല. And that is what we are fighting in Kerala. അതിനെയാണ്, ഈ ശുദ്ധമായ ധാർഷ്ട്യത്തെയാണ് നമ്മൾ കേരളത്തിൽ പോരാടുന്നത്, അതിനെതിരെയാണ് കേരളത്തിൽ പോരാടുന്നത്. Our friends on the left, they are no different. നമ്മുടെ ഇതുപോലെ ഇവിടുത്തെ BJP പറയുന്നതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സുഹൃത്തുക്കൾ ഇവിടെ. They do the same division that the BJP does. BJP ചെയ്യുന്ന അതേ വിഭാഗീയതയും വിഭജനവുമാണ് ഇടതുപക്ഷത്തിലെ ആളുകൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. They spread the same exact hatred. They divide society in exactly the same way. അവർ BJP പരത്തുന്നത് പോലെയുള്ള അതേ വിദ്വേഷമാണ് കേരളത്തിൽ പരത്തുന്നത്. അതുപോലെ BJP എങ്ങനെ കേരളത്തെ വിഭജിക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷവും കേരളത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. It's interesting to me that the Prime Minister spends every single day saying Congress Mukt Bharat. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം താല്പര്യമുള്ള ഒരു വസ്തുതയാണ്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാ ദിവസവും പറയുന്ന ഒന്നാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. I have never heard the Prime Minister say CPM Left Front Mukt Bharat or CPM Left Front Mukt Kerala. Never. എല്ലാ ദിവസവും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരിക്കൽ പോലും CPM ഇടതുപക്ഷ മുക്ത ഭാരതം എന്നോ CPM ഇടതുപക്ഷ മുക്ത കേരളം എന്നോ പറയുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. And in every single government where BJP is not present, the Prime Minister uses the CBI and the ED to overthrow the government, to attack the government all day long. BJP അധികാരത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി CBI ഉപയോഗിക്കും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കും ആ ഗവൺമെന്റിനെ താടിയിടാൻ, അട്ടിമറിക്കാൻ വേണ്ടി. I want to understand why they are not doing that to the left front. എനിക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്, എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും BJPയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി EDയും CBI ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. It's a mystery to me. എനിക്ക് ഒരു രഹസ്യമാണിത്, ഇതൊരു നിഗൂഢതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. Open corruption taking place in Kerala. വളരെ തുറന്ന രീതിയിലാണ് കേരളത്തിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. The whole state knows about it. ഈ രാജ്യം, ഈ സംസ്ഥാനത്ത് മുഴുവനുള്ളവർക്കും കേരളത്തിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ച് I don't expect the left front to investigate it. ഞാൻ ഒരിക്കലും ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിനെപ്പറ്റി അന്വേഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. Why should they? They are the culprits. എന്തിനാണ് അവർ ചെയ്യുന്നത്? കാരണം ഇതിലെ കുറ്റവാളികൾ അവരാണ്. But ask yourself why the BJP is not investigating. പക്ഷേ നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് BJP ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തത്? Because the BJP has only one goal. കാരണം BJPക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, Elimination of the Congress. കോൺഗ്രസിനെ നിർമ്മാർജ്ജനം ചെയ്യുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ BJPക്കുള്ളൂ. Now let me tell you what the Congress is. ഇപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, കോൺഗ്രസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട്. Congress is not just an organization. കോൺഗ്രസ് എന്ന് പറയുന്നത് വെറും ഒരു സംഘടന മാത്രമല്ല. I said to you earlier, Kerala is not a state.
it is an idea. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കേരളം എന്ന് പറയുന്നത് വെറും ഒരു സംസ്ഥാനമല്ല, കേരളം ഒരു ആശയമാണ്. And Congress is not an organization, it is an idea. കോൺഗ്രസ് എന്ന് പറയുന്നതും അതേപോലെ കോൺഗ്രസ് വെറും ഒരു സംഘടന മാത്രമല്ല, കോൺഗ്രസ് ഒരു ആശയമാണ്. And the BJP is not worried about the organization. ബിജെപിക്ക് ഈ സംഘടനയെ പറ്റി യാതൊരു ദുഃഖവുമില്ല. ബിജെപിക്ക് ആകുലത ആ സംഘടനയെ പറ്റിയല്ല. They are worried about the idea. ബിജെപിക്ക് ഏറ്റവും വിഷമമുള്ളതും ആകുലതയുള്ളതും കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തെ കുറിച്ചാണ്. And the idea is very simple. ആ ആശയം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. The idea is togetherness, ആ ആശയം എന്ന് പറയുന്നത് ഒത്തൊരുമയാണ്, sameness, സമാനതയാണ്, respect, ബഹുമാനമാണ്, affection. സ്നേഹമാണ്. This is the idea. ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത്. The Congress only develops, the Congress organization only builds on top of this idea. ഈ ആശയത്തിന്റെ മുകളിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങൾ പടുത്തുയർത്തുന്നത്. And I have come to you to say that the idea of Kerala and the idea of Congress share many things. ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന ആശയവും കേരളം എന്ന് പറയുന്ന ആശയവും തമ്മിൽ പൊതുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആശയങ്ങൾ തമ്മിൽ പരസ്പരം വലിയ രീതിയിലുള്ള ഒരു പങ്കിടലുണ്ട് എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. Mutual respect, പരസ്പര ബഹുമാനം, affection, സ്നേഹം, togetherness, ഒത്തൊരുമ, conversation, സംഭാഷണം, belief in other people. മറ്റുള്ള ആളുകളിലുള്ള വിശ്വാസം. And what the doctor told me in the Middle East, അതാണ് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യത്തിലെ ആശുപത്രിയിലെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. the ability to see someone else's pain. മറ്റൊരാളിന്റെ വേദന കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്. The BJP and the RSS knows that the day there is togetherness, affection and the ability to see each other's pain, the BJP and the RSS are gone. ബിജെപിക്ക് RSSനും ഇത് വ്യക്തമായിട്ട് അറിയാം. എന്നാണോ മനുഷ്യരുടെ ഇടയിൽ സാഹോദര്യമുള്ളത്, മനുഷ്യരുടെ ഇടയിൽ സ്നേഹമുള്ളത്, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണോ ഉള്ളത്, അന്ന് ബിജെപിയും RSSും ഇല്ലാതാകും എന്ന് അവർക്ക് വ്യക്തമായി അറിയാം. Brothers and sisters, they don't have a problem with the left. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ബിജെപിക്കും RSSും ഇടതുപക്ഷത്തോട് യാതൊരു പ്രശ്നവുമില്ല. Because the left is based on the same idea as them. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് ബിജെപിയും RSSും പറയുന്ന അതേ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. Hatred, division, anger, വെറുപ്പ്, വിഭാഗീയത, ദേഷ്യം, ഇതാണ് ഇതിന്റെ ആശയം. and the inability to see another human being's pain. അതുപോലെ മാത്രമല്ല മറ്റൊരാളുടെ വേദന കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ. You can see, you will never ever find a Congress UDF chief minister who will have in front of the secretariat Keralite youngsters lying down begging for a job and not meet them. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരളത്തിലെ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി വന്നാൽ ഒരിക്കലും കേരളത്തിലെ ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി സെക്രട്ടറിയേറ്റിന്റെ മുൻപിൽ അവിടെ കിടക്കുകയും മുട്ടുകയും ഉള്ള അവസ്ഥയും അവരെ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ കോൺഗ്രസ് UDF മുഖ്യമന്ത്രിമാർ വന്നാൽ ഒരിക്കലും ഉണ്ടായില്ല. A UDF chief minister will resign before he does that. ഈ വിദ്യാർത്ഥികളെ കേൾക്കാതിരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ UDFന്റെ മന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹം രാജിവെച്ചിരുന്നിരിക്കും. And not because of politics, അത് രാഷ്ട്രീയം കൊണ്ടല്ല, but because he understands the pain that those students are going through. കാരണം ആ വ്യക്തിക്ക് ഈ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ മുതിരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. He understands that this poor student has spent his entire life trying to get a job, and when the time to get a job comes, the job goes to someone in the left front because he's in the left front. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും, കാരണം ഇവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ ജീവിതകാലം മുഴുവൻ ഒരു ജോലി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. പക്ഷെ ജോലി അവർക്ക് കിട്ടാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഒരാൾക്ക് പോകും, ഇടതുപക്ഷക്കാരായതുകൊണ്ട് മാത്രം എന്നുള്ള വേദന അറിയാവുന്നത് കൊണ്ടാണ് ആ മന്ത്രി രാജിവെക്കാൻ മുതിരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. The UDF chief minister has the same spirit as the nurse in the Middle East. ഞാൻ നേരത്തെ പറഞ്ഞ ഗൾഫ് നാടിലുള്ള ആ നഴ്സിന്റെ അതേ മാനസികാവസ്ഥയും ചിന്തയുമാണ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവാണ് UDFന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നതും ഉണ്ടായിരിക്കുന്നതും. He understands the humiliation that boy is feeling or girl is feeling. അവിടെ ജോലിക്ക് വേണ്ടി സമരം ചെയ്ത ആ പെൺകുട്ടികളും ആൺകുട്ടികളും കടന്നുപോയ വിഷമം, അവർ നേരിട്ട അപഹാസ്യത, പരിഹാസത്തെ കുറിച്ച് ആ UDF മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലായി. He understands the pain the mother of that child is feeling. ആ കുട്ടികളുടെ അച്ഛനമ്മമാരോ അമ്മ കടന്നു പോകുന്ന വേദന ആ മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The left front does not understand that.
ഇടതുപക്ഷ ഗവൺമെന്റിന് ആ കുട്ടികളുടെ അമ്മമാർ കടന്നു പോകുന്ന വേദന. And that is why the chief minister can just walk right past those youngsters. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ ചെറുപ്പക്കാരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാതെ അവരുടെ മുന്നിൽ കൂടെ അങ്ങനെ നടന്നു. One of our candidates in this election, she used to be a soldier of the left front. ഈ ഇലക്ഷനിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. Her husband was a soldier of the left front. ആ സ്ഥാനാർത്ഥിയുടെ ഹസ്ബൻഡ് പോലും ഭർത്താവും ജീവിത പങ്കാളിയും They didn't agree with the left front. പക്ഷേ അവര് ഇടതുപക്ഷത്തോട് ചേർന്നില്ല. അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. The husband was murdered. ആ ഹസ്ബൻഡ്, ആ സ്ഥാനാർത്ഥിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് കൊലപാതകം ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു. 52 pieces. 52 കഷ്ണങ്ങൾ. 52 pieces. 52 കഷ്ണങ്ങൾ. No congressman, no Congress worker could ever do such an act. അങ്ങനെ ഒരു കിരാതമായ പ്രവൃത്തി ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ ചെയ്യാൻ സാധിക്കും. He will die before he does that. അത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളായിരിക്കും മരിക്കുന്നത്. He will get cut into 52 pieces before he does that. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകയെ സ്വയം 52 കഷ്ണങ്ങളായി 51 കഷ്ണങ്ങളായി മുറിക്കുക. And that is your state's tradition. അതാണ് നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. Completely refusing to accept injustice. അനീതിയെ പൂർണ്ണമായി നിരാകരിക്കാൻ, അനീതിയെ ഉൾക്കൊള്ളാൻ അല്പം പോലും തയ്യാറാകാതിരിക്കുക എന്നതാണ് ഈ സംസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്നത്. Now let us talk about your future. ഇപ്പോ നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാം. What is the biggest problem in Kerala today? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? It is reflected in those boys in front of the secretariat. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ആ ആൺകുട്ടികളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നതാണ്. Those boys, there were 15-20 of them, but millions of Keralites would want to go and lie down over there. അവിടെ 15 പേരോ 20 പേരോ സെക്രട്ടറിയുടെ മുമ്പിൽ അവിടെ കിടന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് മലയാളി കുട്ടികൾ അങ്ങനെ ചെയ്യണം, അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. They represent the aspirations of Kerala's youngsters. കേരളത്തിലെ ചെറുപ്പക്കാരുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്ന ആ ആൺകുട്ടികളും പെൺകുട്ടികളും. An aspiration that has been smashed at the national level by the BJP and RSS and at the state level by the CPM. ദേശീയ തലത്തിൽ ബിജെപിയും ആർഎസ്എസും കൂടി ഇല്ലാതാക്കി കളഞ്ഞ സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇല്ലാതാക്കി കളഞ്ഞ കേരളത്തിലെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പ്രതിനിധീകരിക്കുന്നത്. The BJP has destroyed India's biggest strength, our economy. How dare they come here and ask you for votes? ബിജെപി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് അവർ കേരളത്തിൽ വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? They made us a laughing stock in front of the rest of the world. ലോകം മുഴുവൻ ഇന്ത്യ ഒരു പരിഹാസപാത്രമാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. 9% economic growth is what we used to have. നമുക്ക് നേരത്തെ 9% സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നു. Today I got stuck. I came in an auto rickshaw. ഇന്ന് ഞാൻ ഇടയ്ക്ക് വഴിയിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ വന്നു. He is not able to make a livelihood. ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. He says all my money goes into paying for the fuel. അദ്ദേഹം പറയുന്നത് എന്റെ എല്ലാ പൈസയും, എനിക്ക് കിട്ടുന്ന എല്ലാ പൈസയും പെട്രോൾ. I need to make 500 rupees a day. I can't do it. എനിക്ക് 500 രൂപ കിട്ടിയിരുന്ന ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. The BJP keeps raising the petrol price, diesel price, giving that money to their friends. ബിജെപി ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പൈസ അവരുടെ സുഹൃത്തുക്കൾക്ക് നൽകുകയാണ്. How dare they come here and ask you for votes? എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് അവർ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? So the biggest problems in Kerala, economy and jobs. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയും തൊഴിലുകളും. Now the UDF has come with a proposal. ഇപ്പോ കേരളത്തിൽ നിങ്ങളുടെ മുൻപിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കൃത്യമായ നിർദ്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. The proposal is called Nyay. ആ പദ്ധതിയാണ് ന്യായ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. And Nyay, please understand, there is a reason. I'll tell you something. The UDF already is going to form the government. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ന്യായിനെ കുറിച്ച് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് It is already done. UDF ഗവൺമെന്റ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഗവൺമെന്റ് This drama that is going on, this is finished. ഈ ചുറ്റും നടക്കുന്ന ഈ നാടകം അത് കഴിഞ്ഞു. ആ നാടകം ഇല്ലാണ്ടായി. And there is a reason. അതിനൊരു കാരണമുണ്ട്. Because Kerala is going to show
the way forward to the whole of India. കാരണം കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഈ രാജ്യത്തിന് മുഴുവൻ മുൻപോട്ടുള്ള വഴി എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. It's a sad day, but Kerala is going to explain to India what India is. ഇത് ഒരു വിഷമമുള്ള ദിവസമാണ്. പക്ഷെ കേരളം ഈ ഇന്ത്യക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുകയാണ്. ഇന്ത്യ എന്താണെന്ന് കേരളം ഇന്ത്യക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. And Kerala is going to be the first state in India that is not going to have a single poor person after the UDF government comes to power. ഐക്യജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കേരളം ഇവിടെ ഒരു ദരിദ്രനായ വ്യക്തി പോലും ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. Not one. ഒരാൾ പോലും, പാവപ്പെട്ട ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സംസ്ഥാനം. And there is a reason Nyaya is coming to Kerala. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരുന്നത്? അതിനൊരു കാരണമുണ്ട്. Because it has to go from Kerala to the rest of India. കാരണം കേരളത്തിൽ നിന്ന് വേണം ന്യായ പദ്ധതി ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിക്കാനും ഇന്ത്യ മുഴുവൻ. And you take it from me. You take it from me. The UDF is coming to power and Nyaya is going to happen here, and then from here it is going to every single state. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഐക്യജനാധിപത്യ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ്. അധികാരത്തിൽ വന്ന് ഞങ്ങൾ ഇവിടെ ന്യായം നടപ്പിലാക്കാൻ പോവുകയാണ്. ഇവിടെ ന്യായം നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇന്ത്യ മുഴുവൻ ന്യായ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക. 6,000 rupees a month. 6000 രൂപ ഒരു മാസം. Every single month. ഓരോ മാസവും 6000 രൂപ. 72,000 rupees a year. 72000 രൂപ ഒരു വർഷം. Every single year. ഓരോ വർഷവും 72000 രൂപ. Until that family is out of poverty. ദാരിദ്ര്യത്തിന് മുകളിലേക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഒരു കുടുംബം എത്തുന്നത് വരെ എല്ലാ മാസവും 6000 രൂപയും എല്ലാ വർഷവും 72000 രൂപയും. Now I spoke to you about the spirit of Kerala. ഞാൻ കേരളത്തിന്റെ ആത്മവീര്യം, കേരളത്തിന്റെ ചിന്ത, ആത്മാവിനെ പറ്റി നിങ്ങളോട് സംസാരിച്ചു. I spoke to you about experience. കേരളത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. I spoke to you about the 200-year-old United States. 200 വർഷം പഴക്കമുള്ള അമേരിക്കയുടെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. Kerala does not give a solution to one problem. കേരളം എന്ന് പറയുന്നത് ഒറ്റ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നൽകുന്നതല്ല. കേരളം ഒരു പ്രശ്നത്തിനല്ല പരിഹാരം. Kerala is intelligent enough to give a solution to multiple problems. കേരളം എന്ന് പറയുന്നത് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു സംസ്ഥാനം. Because you're not one idea, you're many different ideas. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു ആശയമല്ല, നിങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ നിരവധി ആശയങ്ങളാണ്. And you come together to solve problems. കാരണം അത് മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് വന്നാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. So today the economy is stuck. ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരു സ്തംഭനാവസ്ഥയിലാണ്. Today there are youngsters in front of the secretariat. ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെറുപ്പക്കാരാണുള്ളത്. And today there are poor people in Kerala. ഇന്ന് കേരളത്തിൽ ദരിദ്രരായ ആളുകളുണ്ട്. Now I will explain to you what is going to happen the moment we do Nyaya. ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്, വിശദീകരിക്കാൻ പോവാണ്, ഞങ്ങൾ ന്യായ പദ്ധതി നടപ്പിലാക്കുന്ന സമയം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. Like a car needs petrol, it cannot work without petrol. ഒരു കാറിന് നിങ്ങൾക്കറിയാം, കാർ മുമ്പോട്ട് പോകണമെങ്കിൽ പെട്രോൾ വേണം. അതുപോലെ പെട്രോൾ ഇല്ലാതെ കാറിന് പ്രവർത്തിക്കാൻ പറ്റില്ല, ചലിക്കാൻ പറ്റില്ല. You can do whatever you want. If there's no petrol in the car, it's not going to stop. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും കാറിൽ പെട്രോൾ ഇല്ലെങ്കിൽ കാർ ചലിപ്പിക്കാൻ പറ്റില്ല, മുമ്പോട്ട് പോകാനും പറ്റില്ല. Fuel or petrol for the economy is money in people's hands. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട ഇന്ധനം അഥവാ പെട്രോൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലുള്ള പൈസയാണ്, പണമാണ്. Today I sat in with an auto rickshaw driver. He has no money in his hands. ഇന്ന് ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ കൂടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. His money goes into fuel. Went away during demonetization. Stolen by GST. That's where his money goes. അദ്ദേഹത്തിന്റെ പൈസ എന്താണ്? പെട്രോൾ അടിക്കാൻ പോകുന്നു, നോട്ട് നിരോധനത്തിലൂടെ പോകുന്നു, ചരക്ക് സേവന നദിയിലേക്ക് നികുതിയുടെ ഭാഗമായിട്ട് പോകുന്നു, നികുതി കൊടുത്തു പോകുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. And then from these instruments, it goes into the hands of 2 or 3 of Mr. Narendra Modi's friends. അതുമാത്രമല്ല, ഈ ഉപകരണങ്ങളിലൂടെ ഇവിടുന്ന് കിട്ടുന്ന പൈസയില്ല എവിടെയാണ് പോകുന്നത്? നരേന്ദ്രമോദിയുടെ 2-3 സുഹൃത്തുക്കളുടെ കൈകളിലേക്ക്. They buy airports, they buy infrastructure, they get into agriculture, they own the whole country. അവർ എയർപോർട്ട് വാങ്ങിക്കുന്നു, രാജ്യത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ അവർ ഇടപെടുന്നു, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇടപെടുന്നു, അവർ കൃഷിയെ വരെ വാങ്ങുന്നു. ഈ പൈസ എല്ലാം അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. Now when we do Nyaya, that auto rickshaw driver will have money in his pocket. അതായത് ഞങ്ങൾ ന്യായ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാവും. And when he has money in his pocket,
he is going to spend that money. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പൈസ ഉള്ളപ്പോൾ അദ്ദേഹം ആ പൈസ പോയി ചെലവഴിക്കും. When he spends that money, he will buy things. അദ്ദേഹം ആ പൈസ ചെലവഴിക്കുമ്പോൾ അദ്ദേഹം സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും. And when he buys things, shops will sell things. അദ്ദേഹം സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ കടകളിൽ സാധനം വിൽക്കാൻ ആരംഭിക്കും. And when things are sold in the shop, factories will be forced to make things. ആ കടകളിൽ സാധനങ്ങൾ വിറ്റ് തുടങ്ങുമ്പോൾ ഫാക്ടറികൾ സാധനങ്ങൾ ഉൽപ്പാദിക്കാൻ നിർബന്ധിതരാകും. And when factories are forced to make things, they will have to hire people to make those things. ഫാക്ടറികൾ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കത് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാരെ It attacks a weak economy, ഒരു ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ അത് ആക്രമിക്കുന്നു. and it will give millions of Keralites jobs. അത് മാത്രമല്ല ന്യായ പദ്ധതിയിലൂടെ ദശലക്ഷക്കണക്കിന് മലയാളികൾക്ക് ചെറുപ്പക്കാർക്ക് ജോലിയും കിട്ടും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. It's a Malayali solution. ന്യായം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു പ്രശ്ന പരിഹാരമാണ്. It's an intelligent solution. അത് ബുദ്ധിപരമായ ഒരു പരിഹാരമാണ്. Now, look at this. It doesn't harm anybody. നിങ്ങളൊന്ന് നോക്കുക, ഇത് ആരെയും ഉപദ്രവിക്കുന്നില്ല. ഈ ന്യായം എന്ന് പറയുന്ന പ്രശ്ന പരിഹാരം. Poor people get money. ദരിദ്രരായ ആളുകൾക്ക് പൈസ ലഭിക്കുന്നു. Shopkeepers earn money. കടക്കാർക്ക് പൈസ ലഭിക്കുന്നു, അവർക്ക് പൈസ കിട്ടുന്നു. Businesses earn money. വ്യവസായങ്ങൾക്ക് പൈസ കിട്ടുന്നു. Government earns money because taxes will improve as the economy goes up. സമ്പദ് വ്യവസ്ഥ മുൻപോട്ട് പോകുമ്പോൾ നികുതി കൂടുന്നത് കൊണ്ട് നികുതി വരുമാനം ഗവൺമെന്റിന്റേത് കൂടുന്നു. And this is what we are proposing to you. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു നിർദ്ദേശമായി അവതരിപ്പിക്കുന്നത്. A Malayali solution to the biggest problem facing Kerala today. കേരളത്തെ നേരിടുന്ന, കേരളത്തിലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു മലയാളി പരിഹാരമാണ് ന്യായ പദ്ധതിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. You have given us this idea. ഈ ആശയം ഞങ്ങൾക്ക് നൽകിയത് നിങ്ങളാണ്. And this idea is visible everywhere. ഈ ആശയം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. In this land. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എവിടെയും കാണാം. And it's visible with the nurses in the Middle East. It is sorry. ഈ ആശയം തന്നെയാണ് ഗൾഫ് നാട്ടിലെ നഴ്സുകളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. It is visible in the Middle East with millions of your brothers and sisters working there as laborers. നിങ്ങളുടെ സഹോദരന്മാരെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്. അവരിലും നമ്മൾ കാണുന്നത് നിങ്ങൾ പറഞ്ഞ ഇതേ ആശയവും ഈ പരിഹാരവുമാണ്. Now I want to ask you a question. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. We have come with a proposal, with a solution. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു നിർദ്ദേശവും പരിഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. It's pretty clear that the biggest problems in Kerala are poverty, a bad economy, and jobs. ഇത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യം, ഒരു മോശമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ. ഈ മൂന്നുമാണ്. We've even given you the amount of money that the solution is going to require. ഞങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടുന്ന എത്ര പൈസ വേണം എന്നതിനെ കുറിച്ചും പറയാൻ സാധിക്കും. Now tell me, what is the solution the BJP is proposing? ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയാം, ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് BJP നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുള്ള പരിഹാരങ്ങൾ എന്താണ്? Tell me, what is the solution the left front is proposing? ഇടതുപക്ഷ ഗവൺമെന്റ് ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുള്ള പരിഹാരങ്ങളും And if നിർദ്ദേശങ്ങളും. they had a solution, what were they been doing for the last 5 years? ഇവർക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കഴിഞ്ഞ 5 വർഷങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ? Why are those students lying in front of the secretariat? എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുന്നത്, മുട്ടിലെഴുതേണ്ടി വരുന്നതും ഇവർക്ക് പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ? The answer is they don't have a solution. ഉത്തരം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ഇവരുടെ കയ്യിലില്ല. Their solution is to create hatred and anger in Kerala. അവരുടെ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് കേരളത്തിൽ വിദ്വേഷവും ദേഷ്യവും കോപവും വളർത്തുക എന്ന ഒറ്റ പരിഹാരം മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. They do the same thing. ഇവർ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. They divide and they spread hatred. അവര് ജനങ്ങളെ വിഭജിക്കുന്നു, അതുപോലെ സമൂഹത്തിൽ വിദ്വേഷം പരത്തുന്നു. And India and Kerala can no longer afford it. ഇന്ത്യക്കും കേരളത്തിനും ഇത് ഇനി ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല. And that is why you have to support our candidates and you have to make sure the UDF wins. അതുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യക്കും ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടതും UDF ഗവൺമെന്റ് ജയിച്ച് അധികാരത്തിൽ വരുന്നത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതും അതിനുവേണ്ടി. Now I want to tell you something interesting. ഇപ്പോ ഞാൻ നിങ്ങളോട് രസകരമായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. Now I will tell you something interesting. He is already winning the election. അദ്ദേഹം ഇപ്പോ തന്നെ ഒരു ഇലക്ഷൻ വിജയിച്ചിരിക്കുന്നു. And when I got the list
when I got the list of candidates who I was going to go and campaign for, there was only one person I said I have to go to campaign for. എനിക്ക് ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രചരണം ചെയ്യണമോ അവരുടെ ഒക്കെ ലിസ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ ഒറ്റ ഒരാളുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിന് എനിക്ക് പോയേ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. And that is this gentleman standing here. അത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യന് വേണ്ടിയാണ് എനിക്ക് പ്രചരണത്തിന് പോയേ And പറ്റൂ. please do not misunderstand. He is not just a Congress organization candidate. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹം എന്ന് പറയുന്നത് കോൺഗ്രസ് സംഘടനയുടെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല. He represents the idea of Kerala. അദ്ദേഹം കേരളം എന്ന ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. He represents the unity of Kerala. അദ്ദേഹം കേരളത്തിന്റെ ഐക്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. He represents the spirit of the nurse who is trying to save the life of a person. അവിടെ നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫിലുള്ള ആ നഴ്സിന്റെ സ്പിരിറ്റ് ചിന്താഗതിയാണ്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആ നഴ്സിന്റെ ചിന്താഗതിയാണ് അദ്ദേഹം പ്രതിനിധാനം Who is ചെയ്യുന്നത്. feeling the pain of another human being. മറ്റൊരു മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ നഴ്സിന്റെ ചിന്താഗതിയാണ് അദ്ദേഹം And പ്രതിനിധീകരിക്കുന്നത്. by the way, this is a religious action. അതുകൊണ്ടാണ് ഇത് ഒരു മതപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് All പറയുന്നത്. religions say that. Feel the pain of another person. എല്ലാ മതങ്ങളും പറയുന്നത് ഇതാണ്, മറ്റൊരു മനുഷ്യന്റെ വേദന മനസ്സിലാക്കുക, അത് സ്വയം അനുഭവിക്കുക. And he is not fighting two political organizations. അദ്ദേഹം രണ്ട് രാഷ്ട്രീയ സംഘടനകളെ അല്ല എതിർക്കുന്നത്. He is fighting hatred. അദ്ദേഹം എതിർക്കുന്നത്, പോരാടുന്നത് വിദ്വേഷത്തിനെതിരെയാണ്. He is fighting division. അദ്ദേഹം വിഭജനത്തെയാണ് എതിർക്കുന്നത്, പോരാടുന്നത്. He is fighting anger. അദ്ദേഹം ദേഷ്യത്തിനെതിരെയാണ് പോരാടുന്നത്. And in Kerala, he is never ever going to lose. അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. I'd like to thank all of you for coming here this evening. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. This is the last meeting of this campaign. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണത്തിലെ ഇന്നത്തെ അവസാന യോഗമാണിത്. And for me, I've learned a lot from this campaign. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രചരണത്തിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. I speak to you, but more than speaking to you, I learn from you. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, പക്ഷെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ കൂടുതൽ ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. I met thousands of people in this campaign. ഈ പ്രചരണത്തിൽ ഞാൻ ആയിരക്കണക്കിന് ആളുകളെ കണ്ടു. My hand is cut over here. നിങ്ങൾ നോക്കി, എന്റെ കൈ ഇവിടെ മുറിഞ്ഞിരിക്കുകയാണ്. Fingers are scratched. എന്റെ കൈയെല്ലാം ആകെപ്പാടെ കയ്യിലെല്ലാം ഇങ്ങനെ ചെറിയ സ്ക്രാച്ചുകളും മുറിവുകളും. But this is affection. പക്ഷേ ഇതെന്ന് പറയുന്നത് സ്നേഹമാണ്. And it's the same affection I feel for you. അതേ സ്നേഹം, നിങ്ങൾക്കുള്ള അതേ സ്നേഹമാണ് എനിക്ക് നിങ്ങളോടും തോന്നുന്നത്. And the more time I spend as an MP in this state with this wonderful idea of yours, the more humble I become. ഞാൻ കേരളത്തിൽ നിങ്ങളുടെ ഈ മനോഹരമായ ആശയത്തോടൊപ്പം ഒരു MP പാർലമെന്റ് അംഗം എന്ന നിലയിൽ നിങ്ങളോട് എത്ര കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നു, അത്ര കൂടുതൽ ഞാൻ വിനയമുള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. The more I realize there is so much to learn about this great place. കേരളത്തിൽ നിൽക്കുന്നിടത്തോളം കേരളത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുവരികയാണ്. So I thank you for that very much. അതിനുവേണ്ടി അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. Namaskar. നമസ്കാരം. Now, finally, here, Muralidharan ji, then V.S. Shivkumar ji, Veena Nair ji, Dr. S.S. Lal ji, who is a medical doctor and has the same spirit as the nurses in the Middle East, I'm sure. ഡോക്ടർ എസ്.എസ്. ലാൽ ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന് ഗൾഫ് നാടുകളിലെ നഴ്സസിന്റെ അതേ സ്പിരിറ്റ് ഉണ്ട്. Thank you very much. വളരെയധികം നന്ദി. നമസ്കാരം.